ത്രിത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശീമ നമസ്കാരത്തിൽ, തിങ്കളാഴ്ച പ്രഭാത നമസ്കാരത്തിൽ മാതാവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഭാഗ്യം മറിയാമിന് നൽകും ഉലകിൽ തലമുറയുടനീളം സ്വർഗാധിപനുടെ തനയന്ത. ഉദയം ചെയ്താൻ മറിയാമിൻ കന്യാമുദ്രയ്ക്കഴിവെന്നി ഭൂസ്വർഗങ്ങൾ ആ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഈ ഗീതത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ദൈവപുത്രന് മാതാവായി തീരുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട കന്യകയെ സകല വംശങ്ങളും സകല ഗോത്രങ്ങളും ഭാഗ്യവതി എന്ന് വാഴ്ത്തുകയാണ്. എന്നാൽ അവളിൽ നിന്ന് അവൻ ജനിക്കുകയും അവളുടെ കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം വരാതിരിക്കുകയും ചെയ്തു. കണ്ടാലും സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും അവളുടെ പെരുന്നാളിനെ ആഘോഷിക്കുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ: ദൈവപുത്രന് മാതാവായി തീരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട കന്യകയെ സകല വംശങ്ങളും സകല ഗോത്രങ്ങളും ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. കാരണം അവളിൽ നിന്ന് അവൻ ജനിച്ചു. അവൻ ജനിച്ചെന്ന് പറഞ്ഞാൽ ക്രിസ്തു ജനിച്ചു. അവളിൽ നിന്ന് അവൻ ജനിക്കുകയും അവളുടെ കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം വരാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഭൂമിയിലുള്ളവർ മാത്രമല്ല, മറിച്ച് ആരാണ്? സ്വർഗത്തിലുള്ളവരും അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തിയും അവളുടെ പെരുന്നാളിനെ കൊണ്ടാടുന്നു. പൗരസ്ത്യ സഭ അമ്മയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഗീതമാണിത്. പലപ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സംശയമുണ്ടാകും, അല്ലേ? എങ്ങനെയാണ് ഈ കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം വരാതെ ഒരു ജനനം നടക്കുക? ഓരോ കാലങ്ങൾ പിന്നിടുമ്പോഴും, പ്രത്യേകിച്ച് ശാസ്ത്രങ്ങൾ കൂടുതൽ വലുതായി നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടു തുടങ്ങുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുക? സത്യത്തിൽ ഈ ലോകത്ത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ടോ? ഉണ്ടോ? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: മനുഷ്യബുദ്ധിക്ക് അതീതമായി നിൽക്കുന്ന ഒന്നിനെ മനുഷ്യബുദ്ധി കൊണ്ട് അളക്കരുത്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബുദ്ധിക്ക് ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറമായുള്ളതിനെ ബുദ്ധി കൊണ്ട് അളക്കരുത്. എങ്കിലും പിതാക്കന്മാർ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതിനെ വിവരിച്ചു തരുന്നത് ഇങ്ങനെയാണ്. സുറിയാനി പിതാക്കന്മാർ പറയുകയാണ്: നമ്മുടെ ചില്ല് ജാലകം കണ്ടിട്ടുണ്ട്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ജനലിന്റെ ജനൽപ്പാളി ഗ്ലാസ് ആണല്ലേ? ഈ ജനൽപ്പാളിയുടെ ഒരു വശത്ത് നിന്ന് നമ്മളൊരു ടോർച്ച് അടിച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രകാശം കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ആ പ്രകാശം മറുവശത്തേക്ക് എത്തും. ഒരു വശത്ത് നിന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രകാശം ആ ചില്ലുജാലകത്തിനകത്തിലൂടെ മറുവശത്തിലേക്ക് കടക്കുമ്പോൾ ഈ ചില്ലുജാലകത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? അതിന്റെ ഘടനയ്ക്ക് വ്യത്യാസം വരുന്നുണ്ടോ? അതിലെന്തെങ്കിലും പൊട്ടലുകൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നില്ല, അല്ലേ? അങ്ങനെയെങ്കിൽ പിതാക്കന്മാർ പറയുകയാ: ഒരു വെളിച്ചത്തിന് ഒരു ചില്ലുജാലകം തകർക്കാതെ മറുഭാഗത്തേക്ക് കടക്കുവാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു കന്യയ്ക്ക് ഗർഭം ധരിക്കുവാൻ കഴിയില്ലേ? ഇതിലും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരുവാൻ ഇത് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണ്ടും പിതാക്കന്മാർ ഒരുപാട് ഉദാഹരണങ്ങൾ കൊണ്ട് ഇത് വിവരിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മളൊരു വ്യക്തിയെ കാണുന്നുണ്ട്, അല്ലേ? ആരാ? ഗിദെയോനാണ്. ഇസ്രായേൽ മക്കൾ അവരുടെ പാപം നിമിത്തം ദൈവം തമ്പുരാൻ മിദ്യാന്യരുടെ കയ്യിൽ അവനെ ഏൽപ്പിക്കുമ്പോൾ ഒടുവിലായി ഇസ്രായേൽ മക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്: ഈ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ വേണം. അപ്പോൾ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നു. അവന്റെ പേരാണെന്ത്? ഗിദെയോൻ. അപ്രകാരം തിരഞ്ഞെടുക്കുന്ന ഗിദെയോൻ ദൈവത്തോട് പറയുകയാണ്: നീ എനിക്ക് വേണ്ടി ഒരു അടയാളം കാണിക്കണം. എന്തടയാളമാ ചോദിച്ചേ? ഞാനൊരു രോമക്കെട്ടെടുത്ത് അല്ലെങ്കിൽ ഒരു തോലെടുത്ത് ഒരു പുൽപ്പുറത്തിന് മുകളിലിടും. എന്ത് സംഭവിക്കണം? ആകാശത്ത് നിന്ന് മഞ്ഞിറങ്ങി എവിടെ മാത്രം കാണപ്പെടണം? ഈ തോലിൽ മാത്രം കാണപ്പെടണം, മറ്റെങ്ങും കാണുവാൻ കഴിയരുത്. ഇതേ പരീക്ഷണം വീണ്ടും തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഈ രണ്ട് പരീക്ഷണം ചോദിക്കുമ്പോഴും അതിന്റെ അടയാളം ആര് കാണിച്ചു കൊടുക്കുന്നുണ്ട്? ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിതാക്കന്മാർ പറയുകയാണ്, ഇങ്ങനെ ഗിദെയോന്റെ രോമക്കെട്ടിന്മേൽ
പനിമഞ്ഞ് വിതറിയ പോലെ, മറ്റെങ്ങും വിതറാതിരുന്ന അതിൽ മാത്രം വിതറിയതുപോലെ കന്യകയുടെ ഉള്ളിൽ എന്തുണ്ടായി? പരിശുദ്ധാത്മാവിനാൽ ഒരു ജനനമുണ്ടായി. പ്രിയമുള്ളവരെ, ഇതാണ് അടിസ്ഥാനപരമായി ഈ ചോദ്യത്തിനുള്ള ഉത്തരം. അതുകൊണ്ട് അമ്മയുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ഒരു യഥാർത്ഥ സത്യവും ഈ അടിസ്ഥാനവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ശ്രീ കെ.ടി. അപ്പൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ ഒരു പ്രിയ എഴുത്തുകാരനുണ്ട്. ഇദ്ദേഹത്തിന്റെ മധുരം നിന്റെ ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ കന്യാമറിയാമ്മയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സകല നക്ഷത്രങ്ങളെക്കാൾ സുന്ദരിയായ നക്ഷത്രം. സകല നക്ഷത്രങ്ങളെക്കാൾ സുന്ദരിയായ നക്ഷത്രം. നക്ഷത്രം സത്യത്തിൽ ജാഗ്രതയുടെ ചിഹ്നമായിട്ടാണ് പഠനങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ നക്ഷത്രത്തെക്കാൾ ജാഗ്രതയുള്ളവളായി സുന്ദരിയായവളാണ് ആര്? കന്യാമറിയാം. കാരണം എന്തെന്നറിയാമോ? തന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ആ കുഞ്ഞിന് ദാസിയായി മാറി അതിനെ ശുശ്രൂഷിച്ചവളുടെ പേരാണെന്ത്? കന്യകമറിയാം. അങ്ങനെയുള്ള അമ്മയെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കണം? അമ്മയെ വിശേഷിപ്പിക്കേണ്ടത് സകല നക്ഷത്രങ്ങളെക്കാൾ സുന്ദരിയായ എന്നുള്ളതാ. അത്രമേൽ വിശേഷണം നൽകുവാൻ ഈ ലോകത്ത് ഒരു സ്ത്രീക്ക് കഴിയുമെങ്കിൽ ആ സ്ത്രീയുടെ പേര് കന്യകമറിയാമാണെന്ന് യാതൊരു സംശയം തന്നെയില്ല. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ഈ കാലത്ത് ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ടല്ലോ: അമ്മയെ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ദൈവമാതാവിനെ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? എഫെസോസ് സുന്നതോസിനെ കുറിച്ച് സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഈ എഫെസോസ് സുന്നതോസിന്റെ തീരുമാനങ്ങളെ കുറിച്ച് തിമോത്തി വെയർ എന്ന് പറയുന്ന വേദശാസ്ത്രജ്ഞൻ എഴുതുമ്പോൾ പറയുകയാണ്: when men refuse to honor Mary, it is because he is not believing incarnation എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ പറയുകയാ ഞാൻ ദൈവമാതാവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ മനുഷ്യന് ഇതുവരെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര ചരിത്രത്തിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? അമ്മയില്ലാതെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര ചരിത്രമുണ്ടോ? ഇല്ല. ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ആരിലൂടെയാണ്? അമ്മയിലൂടെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെങ്കിലും അമ്മ വേണ്ട എന്ന് പറഞ്ഞാൽ, അമ്മയുടെ മധ്യസ്ഥത വേണ്ട എന്ന് പറഞ്ഞാൽ ഓർത്തോണം, അത് തെറ്റാണ്. കാരണം അത് പറയുന്ന മനുഷ്യന് ക്രിസ്തുവിന്റെ മനുഷ്യാവതാര ചരിത്രത്തിൽ ഇന്നും പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇത് പറയുമ്പം വീണ്ടും ഒരു സംശയം നമുക്കുണ്ടാകില്ലേ? അങ്ങനെയെങ്കിൽ അച്ഛാ, അമിതമായ പ്രാധാന്യം അമ്മയ്ക്ക് നൽകുന്നില്ലേ? അമിതമായ പ്രാധാന്യം പൗരസ്ത്യ സഭ അമ്മയ്ക്ക് നൽകുന്നുണ്ടോ? ഉണ്ടോ? അച്ഛൻ തന്നെ ഉത്തരം പറയല്ലേ? എന്നാൽ അമിതമായ ഒരു പ്രാധാന്യവും പൗരസ്ത്യ സഭ അമ്മയ്ക്ക് കൽപ്പിക്കുന്നില്ല. എന്താ പറയുന്നത് അറിയാമോ? അമ്മയ്ക്ക് എപ്പോഴാ പ്രാധാന്യം എന്നറിയാമോ? അമ്മയ്ക്ക് പ്രാധാന്യം അത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. പിതാക്കന്മാർ പറയുകയാണ്, മദർ മേരി ഹാസ് നോ ഇൻഡിവിജ്വൽ പ്രോമിനൻസ് എക്സെപ്റ്റ് റിലേഷൻ ടു ക്രൈസ്റ്റ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായി എവിടെ ബന്ധപ്പെട്ട് നിൽക്കുന്നു അവിടെയാണ് അമ്മയ്ക്ക് പ്രാധാന്യം. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭയിൽ ദൈവമാതാവിന്റെ ചിത്രം ഉപയോഗിക്കുമ്പോൾ കൂടെ ആരുണ്ടാവും? യേശു കുഞ്ഞുണ്ടാവും. യേശു കുഞ്ഞ് കൂടെ ഉണ്ടാകും. കാരണം അമ്മയിൽ ഒതുങ്ങി നിൽക്കുകയല്ല, മറിച്ച് എന്ത് ചെയ്യണം? അമ്മയുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയണമെന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പെരുന്നാളിൽ നമ്മളായിരിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തെ കൂടുതലായി ധ്യാനിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, എന്ത് സംഭവിക്കണം? അമ്മയിലൂടെ എവിടേക്ക് സഞ്ചരിക്കണം? ക്രിസ്തുവിലേക്ക് സഞ്ചരിക്കുവാനും ക്രിസ്തുവിന്റെ ക്രൂശമരണത്തെയും വീണ്ടെടുപ്പിന്റെയും അവന്റെ രണ്ടാമത്തെ വരവിനെയും ഒക്കെ ധ്യാനിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കണം. അമ്മയുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ച് വായിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വേദഭാഗമുണ്ട്. ആ വേദഭാഗം പഴയ നിയമത്തിൽ നിന്നാണ്. ഉത്തമഗീതം 4-ാം അധ്യായം 7-ാം വാക്യം. ഉത്തമഗീതം 4-ാം അധ്യായം 7-ാം വാക്യം. നമ്മളൊക്കെ സത്യക്രിസ്ത്യാനികളായതുകൊണ്ടും പ്രത്യേക
പ്രത്യേകിച്ച് ഓർത്തഡോക്സുകാരായതുകൊണ്ടും വചനം കേൾക്കാൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് കാണില്ല? ആ വേദപുസ്തകം കാണില്ല. നമ്മൾ പണ്ട് മുതലേ ശീലിക്കുന്ന നല്ല ശീലങ്ങളിൽ ഒന്നാണല്ലോ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. എന്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. ഉത്തമഗീതം എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ മക്കൾ ചിരിച്ചു തുടങ്ങി അല്ലേ? കേൾക്കുമ്പോൾ അല്പം ചിരി വരുന്ന ഒന്നാണല്ലോ ഈ ഉത്തമഗീതം. നമ്മുടെ സന്ധ്യ പ്രാർത്ഥനകളിൽ ബോധപൂർവം നമ്മൾ ഒഴിവാക്കുന്നൊരു പുസ്തകമുണ്ടെങ്കിൽ അതേതായിരിക്കും? അത് ഉത്തമഗീതമാണ് അല്ലേ? പക്ഷേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രണയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പുസ്തകം ഏതാണെന്നറിയാമോ? ഈ ഉത്തമഗീതം. അതിന്റെ കാരണം എന്താ? കാരണം ഇത്രയേ ഉള്ളൂ: ചില റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം ഇല്ലേ? ഞാനിപ്പോ പറഞ്ഞ വാക്യങ്ങളൊക്കെ ചില ലെറ്ററുകളിൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കും. അവരിത് ഉപയോഗിക്കുന്നത് വേദപുസ്തകം വായിച്ചിട്ടൊന്നുമല്ല, മറിച്ച് എങ്ങനെയാണ്? ചില മലയാള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആമീൻ അല്ലേ? സോളമന്റെ മുന്തിരിത്തോട്ടം, ഇതൊക്കെ കണ്ടിട്ടാണ് ഉത്തമഗീതത്തെ പഠിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. എന്നാൽ ജ്ഞാനപുസ്തകത്തിൽ ഏറ്റവും ഗാനാത്മകവും ഭംഗിയുള്ളതുമായൊരു പുസ്തകത്തിന്റെ പേരാണ് എന്ത്? ഉത്തമഗീതം. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റാബി അക്കാബി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകവും വിശുദ്ധമാണ്, എന്നാൽ വിശുദ്ധമായവയിൽ അതിവിശുദ്ധമായൊരു പുസ്തകമാണ് ഏത്? ഉത്തമഗീതം എന്ന് പറയുന്നത്. വിശുദ്ധമായവയിൽ അതിവിശുദ്ധമായൊരു പുസ്തകം. പക്ഷെ നമ്മൾ അതിനെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. ഈ ഉത്തമഗീതം എഴുതിയതാരാ? കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞേ, ആരാ? ശലോമോനാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും തർക്കങ്ങളും നടക്കുക. കാരണം ഇതിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ കാണുമ്പോൾ ഇത് ശലോമോൻ തന്നെ എഴുതിയതാണോ, അതോ ശലോമോന് വേണ്ടി ആരെങ്കിലും എഴുതിയതാണോ, അതോ ശലോമോൻ മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചതാണോ എന്നൊക്കെയുള്ള ചിന്തകളും പഠനങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും വളരെ ആഴമേറിയൊരു പുസ്തകമാണിതെന്നതിൽ യാതൊരു സംശയം തന്നെയില്ല. പഴയ നിയമ വേദശാസ്ത്ര പണ്ഡിതനായ ചൊറിൽ എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്. ചൊറിൽ എന്ന് പറയുന്ന അദ്ദേഹം പറയുകയാണ്, ഉത്തമഗീതത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ: ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് ഈ പുസ്തകം വായിക്കാം. ഏത് സാഹചര്യത്തിലും നമ്മൾ ദുഃഖത്തിന്റെ അവസ്ഥയിലാണ് നമ്മൾ ഈ പുസ്തകം വായിക്കുന്നെങ്കിൽ ഈ പുസ്തകം, ഈ ഉത്തമഗീതം നമുക്കൊരു ആശ്വാസം നൽകും. വളരെയേറെ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ വായിക്കുന്നുവെങ്കിൽ ഈ പുസ്തകം അവിടെയും നമുക്കൊരു ബലം നൽകും. ഇനിയും സന്തോഷത്തിന്റെ അവസരത്തിലാണ് വായിക്കുന്നെങ്കിലോ ആ സന്തോഷത്തെ അത് ഭംഗിയാവണ്ണം നമ്മുടെ ഹൃദയത്തിൽ ഉത്പാദിപ്പിക്കുവാൻ തക്കവണ്ണം ഈ പുസ്തകത്തിന് സാധിക്കും. ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഈ ഉത്തമഗീതം മാറ്റി നിർത്തേണ്ട ഒരു പുസ്തകമല്ല, മറിച്ച് എന്താണ്? ഹൃദയത്തോട് ചാർത്തുവെച്ച് വായിക്കേണ്ട ഒന്നാണ്. ഇവിടെ പറഞ്ഞ വാക്യം ഇങ്ങനെയാണല്ലോ: എന്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, നീ സുന്ദരിയാണ്. രണ്ടെന്താണ്? നിനക്ക് യാതൊരു ഊനവുമില്ല. സുന്ദരിയും സുന്ദരന്മാരുമാകുവാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സൗന്ദര്യത്തിന് അധികമായി പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് കോസ്മെറ്റിക് വസ്തുക്കൾക്കൊക്കെ എന്ത് കൂടുന്നത്? വില കൂടുന്നതും അത് വാങ്ങിക്കാൻ ആളുകളുടെ എണ്ണം കൂടുന്നതും. നമ്മളൊരു വിവാഹത്തിനൊക്കെ പോയാലും എവിടെ പോയാലും നമ്മൾ ശ്രദ്ധിക്കുന്ന എന്താണ്? ആരാണ് നല്ലത്? ഒരുങ്ങി വന്നവരുടെ കൂട്ടത്തിൽ ഞാനാണോ, അതോ മണവാട്ടിയാണോ, മണവാളനാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിക്കേ. അവരൊക്കെ വളർച്ചയുടെ പടവുകൾ ഇങ്ങനെ വരുമ്പോൾ വീട്ടിലിരിക്കുന്ന പൗഡറൊക്കെ എടുത്ത് മുഖത്തിങ്ങനെ ഇടും അല്ലേ? ഇട്ടിട്ട് ചോദിക്കും, സുന്ദരനായോ, സുന്ദരിയായോ? ഇത് ചോദിക്കാതെ ആരുമില്ല. അങ്ങനെയുള്ള ഒരു സൗന്ദര്യ സങ്കല്പ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ മുൻപിൽ ഈ വേദഭാഗം പറയുകയാണ്: എന്റെ പ്രിയേ, ഈ സർവാംഗ സുന്ദരി. എനിക്ക് ഈ വാക്യം ഇതാരെ നോക്കി വിളിക്കണമെന്നറിയാമോ? ദൈവമാതാവിനെ നോക്കി വിളിക്കണം. നീ സർവാംഗ സുന്ദരി. അങ്ങനെയെങ്കിൽ എന്ത് സൗന്ദര്യത്തെ കുറിച്ച് ഇവിടെ പറയുന്നേ?
നമ്മളൊക്കെ ചിന്തിക്കുന്നത് ബാഹ്യമായ സൗന്ദര്യത്തെക്കുറിച്ച്. ഈ വേദഭാഗത്തെ എന്റെ പ്രിയ നീ സർവാംഗ സുന്ദരി എന്ന പദത്തിന് ഉപയോഗിക്കുന്ന മൂലഭാഷയിലെ അർത്ഥം, മൂലഭാഷ എന്ന് പറഞ്ഞാൽ പുസ്തകം, വേദപുസ്തകം എഴുതപ്പെട്ട ഭാഷയാണ്. പഴയ നിയമം ഏത് ഭാഷയിൽ എഴുതപ്പെട്ടെ? പറഞ്ഞേ കുഞ്ഞുങ്ങൾ, പറഞ്ഞേ. പറഞ്ഞു, കറക്റ്റാണ്. എബ്രായ ഭാഷയിലാണ്. എബ്രായ ഭാഷയിൽ നിന്നാണ് പിന്നീട് നമ്മൾ കാണുന്ന ഇംഗ്ലീഷിലേക്കും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മലയാളത്തിലേക്കും ഒക്കെയുള്ള ട്രാൻസ്ലേഷൻ ഉണ്ടായത്. അതുകൊണ്ട് യഥാർത്ഥ അർത്ഥം ഈ മൂലഭാഷയിൽ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് പെർഫെക്റ്റ് ബ്യൂട്ടി എന്നാണ്. വീണ്ടും അതിനെ കുറെ കൂടെ ഭംഗിയായി ഗ്രീക്കിലേക്ക് വരുമ്പോൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എലിവേറ്റഡ് ബ്യൂട്ടി മോർ ദാൻ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ശാരീരികമായ സൗന്ദര്യത്തിന് അപ്പുറമായുള്ള ഒരു സൗന്ദര്യം. എന്ത് സൗന്ദര്യമാണ്? ശാരീരികമായി നമ്മൾ കാണുന്ന ഈ സൗന്ദര്യത്തിന് അപ്പുറമായി സൗന്ദര്യമുള്ളവളെ വിളിക്കുന്ന പേരാണ് എന്ത്? സർവാംഗ സുന്ദരി. അങ്ങനെയെങ്കിൽ ഈ പദത്തിന് ആരർഹയാണ്? ദൈവമാതാവ് അർഹയാണ്. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് നിങ്ങൾ യാതൊരു ഊനവുമില്ല എന്ന്. ഊനം എന്ന പദം കേട്ടിട്ടില്ലേ? അല്ലേ? പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോൾ ലേവ്യ പുസ്തകത്തിലൊക്കെ ആവർത്തിച്ച് കാണുന്ന ഒരു പദമാണ്. ദൈവത്തിനൊരു വഴിപാട് കഴിക്കുമ്പോൾ അത് എങ്ങനെയുള്ളതാകണം? അത് ഊനമില്ലാത്തതാകണം. ഊനം എന്ന് പറയുന്ന വാക്കിന്റെ മൂലഭാഷയിൽ അർത്ഥം പഠിക്കുമ്പോൾ അതിന് പറയുന്നത് നോ ഇംപെർഫെക്ഷൻ, ഒരു കുറവുമില്ലാത്ത, പറയുവാൻ തക്കതായ ഒരു കുറവുമില്ലാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഊനമില്ലായ്മ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ പേരിനും ആരർഹയാണ്? ദൈവമാതാവ് അർഹയാണ്. ഒന്ന് ചിന്തിച്ചേ, നമ്മളെ പോലെ തന്നെയുള്ള ഒരു സ്ത്രീ ഇല്ലേ? നമുക്കുള്ളതുപോലെ കണ്ണും മൂക്കും കൈകളും ഹൃദയവും ഒക്കെയുള്ള ഒരു സ്ത്രീയാണ് ആര്? അമ്മ. പക്ഷെ അമ്മയെ വിളിക്കാൻ പറ്റുന്ന രണ്ട് പേരാണ് എന്ത്? നീ സർവാംഗ സുന്ദരിയാണ്, നിന്നിൽ യാതൊരു ഊനവുമില്ല. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പറ്റുന്നേ? അത് വിളിക്കുവാൻ തക്കവണ്ണം നമ്മിൽ നിന്ന് മാതാവ് വേറിട്ട് നിൽക്കുന്ന എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഒന്നാമത്തെ കാരണം അവൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണെന്നുള്ള ബോധ്യമുള്ളവളായിരുന്നു. എന്താണ്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണെന്നുള്ള ബോധ്യമുള്ളവളായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഈ രണ്ട് സർവാംഗ സുന്ദരി എന്നതിനും ഊനമില്ല എന്ന പേരിനും അർഹയാവുന്നത്. റഷ്യൻ സഭയുടെ ബിഷപ്പായിരുന്ന സെന്റ് ജോൺ മാക്സിമോവിക്കം ഈ പിതാവിന്റെ പ്രശസ്തമായ ഒരു ബുക്കുണ്ട്, വെനറേഷൻ ഓഫ് മദർ മേരി ദ ബർത്ത് ഗിവർ ഓഫ് ഗോഡ് എന്നാണ്. ഇതിൽ ദൈവമാതാവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: പിതാവാം ദൈവം അവളെ തിരഞ്ഞെടുത്തു, പരിശുദ്ധ റൂഹായാം ദൈവം അവളിൽ ആവസിച്ചു, പുത്രനാം ദൈവം അവളിൽ നിന്ന് ഉരുവാകുക മാത്രമല്ല കുരിശോളം അവളെ പിൻപറ്റുകയും ചെയ്തു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, പിതാവാം ദൈവം അവളെ തിരഞ്ഞെടുത്തു, പരിശുദ്ധ റൂഹായാം ദൈവം അവളിൽ ആവസിച്ചു, പുത്രനാം ദൈവം അവളിൽ നിന്ന് ഉരുവാകുക മാത്രമല്ല മറിച്ച് എന്ത്? കുരിശിന്റെ വക്കോളം അവളെ അനുഗമിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ബോധ്യമാണ് അവളെ സംബന്ധിച്ചിടത്തോളം അവളെ സുന്ദരിയാക്കുന്നത്. വേദപുസ്തകം ഒന്ന് പഠിക്കുമ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാത്തിനും എന്തുണ്ട്? ഈ സൗന്ദര്യമുണ്ട്, ഊനമില്ലായ്മയുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഓരോ ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം ദൈവം ഒരു കാര്യം പറയില്ലേ? എന്താ പറഞ്ഞേ? നല്ലതെന്ന് ദൈവം കണ്ടു. നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം സൃഷ്ടിച്ച സകലത്തിനും സൗന്ദര്യമുണ്ടെന്ന് ആര് കണ്ടു? ദൈവം കണ്ടു. പ്രിയമുള്ളവരെ, അവൻ സൃഷ്ടിച്ച സകലത്തിനും സൗന്ദര്യമുണ്ടെങ്കിൽ ആർക്കും സൗന്ദര്യമുണ്ട്, നമുക്കും സൗന്ദര്യമുണ്ട്. വേദപുസ്തകത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന്റെ സൗന്ദര്യത്തെ പഠിക്കുമ്പോൾ പഴയ നിയമപുസ്തകത്തിൽ യോസഫ് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്, അല്ലേ? യോസഫിന്മേൽ പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് താല്പര്യം തോന്നിയതിന്റെ കാരണം എന്താ? അവന് ഒരു ദിവ്യത്വം, അവനൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നുള്ള.
ദാവീദ് രാജാവിനെ നോക്കിക്കേ. ദാവീദ് രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്, സുനേത്രൻ, നല്ല കണ്ണുള്ളവൻ, സൗന്ദര്യമുള്ളവൻ. കാരണം എന്താ? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. മോശയെ കുറിച്ച് 10 കൽപ്പനകൾ വാങ്ങിച്ച് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്തുണ്ട്? ഒരു സൗന്ദര്യമുണ്ട്, ഒരു ഊനമില്ലായ്മയുണ്ട്. പ്രിയമുള്ളവരെ, ഈ സൗന്ദര്യവും ഈ ഊനമില്ലായ്മയും നമുക്കുണ്ടോ? പത്രോസ് പറയുന്നുണ്ട്, നമ്മളൊക്കെ ആരാണ്? രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ ജനം, അവന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സൗന്ദര്യത്തിന് എന്ത് കോട്ട സംഭവിച്ചു? സത്യത്തിൽ യേശു തമ്പുരാൻ ഭൂമിയിലേക്ക് വന്നു എന്തിനാ? പാപങ്ങളെ പോക്കി നമ്മെ വീണ്ടെടുക്കുക. ഹാസ്യാഴ്ചയിലെ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: തന്റെ പൂർവ്വ സൗന്ദര്യത്തെ തിരികെ നൽകുവാൻ കടന്നു വന്ന നിന്നെ സകലിലും വെച്ച് വിരൂപനെന്ന് വിളിക്കപ്പെട്ടു. തന്റെ പൂർവ്വ സൗന്ദര്യത്തെ നൽകുവാൻ തക്കവണ്ണം കടന്നു വന്ന നിന്നെ സകല മനുഷ്യരിലും വെച്ച് ആരെന്ന് വിളിക്കപ്പെട്ടു? വിരൂപനെന്ന് വിളിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, തമ്പുരാൻ കടന്നു വന്നതും നമുക്ക് നൽകിയതും ഈ സൗന്ദര്യവും ഈ ഊനമില്ലായ്മയാണ്. പക്ഷെ എന്നിട്ടും എന്തേ ഈ 2 വിളിക്ക് നമ്മൾ അർഹരായി തീരുന്നില്ല? പ്രത്യേകിച്ച് അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരുടെ പ്രത്യേകത ഒന്ന് പരിശോധിച്ചാൽ മതി. കന്യകമറിയാം ഉൾപ്പെടെയുള്ളവരുടെ പ്രത്യേകതകൾ അത് കൂടുതൽ ഭംഗിയായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിലാണ്. യോഹന്നാൻ ജനിക്കുമ്പോൾ അതിനു മുൻപേ പ്രവചിച്ചത് ഇങ്ങനെയാണ്: അവൻ വീഞ്ഞോ മദ്യമോ കുടിക്കില്ല, പിന്നെന്താ പറയുന്നേ? അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്. അവൻ വീഞ്ഞോ മദ്യമോ കുടിക്കില്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്. പിതാക്കന്മാർ പറയുകയാണ്, ഇത് വെച്ച് പറയുന്നുണ്ട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന് 2 പ്രത്യേകത. ഒന്ന്, സബ്ജക്ഷൻ ഓഫ് ദ ഫ്ലെഷ് ആൻഡ് സോവറിനിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒന്ന്, സബ്ജക്ഷൻ ഓഫ് ദ ഫ്ലെഷ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവനാണ് ആര്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ? നമ്മുടെ ശരീരത്തിനുള്ള ആഗ്രഹങ്ങൾ അത് ചിന്തിക്കാതെ നിറവേറ്റുവാനുള്ള നെട്ടോട്ടത്തിന്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാവുന്നത്? അക്രമങ്ങളും അതിക്രമങ്ങളും ഈ ലോകത്തുണ്ടാകുന്നത്. പക്ഷേ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രത്യേകത എന്താണ്? അവർ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നവരാണ്. ദൈവമാതാവിനെ ഒന്ന് നോക്കിക്കേ. ഒരു ദൈവപുത്രന് മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ടവൾ, അവൾ എന്നെങ്കിലും എനിക്കൊരു പ്രഥമ സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇന്ന ആളായതുകൊണ്ട് എനിക്ക് ഇന്നതൊക്കെ ലഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്താ? തന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവനാണ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഞാൻ പറഞ്ഞല്ലോ, യോസഫിനെ കുറിച്ച് പറഞ്ഞു. യോസഫിന്റെ മുൻപിൽ പോത്തിഫറിന്റെ ഭാര്യ ഇങ്ങനെ നിൽക്കുമ്പോൾ അവളോട് നോ പറയുവാൻ, എനിക്ക് വേണ്ട എന്ന് പറയുവാൻ യോസഫിനെ ഒരുക്കിയതിന്റെ പേരാണ് എന്ത്? ശരീരത്തെ, സബ്ജക്ഷൻ ഓഫ് ദ ഫ്ലെഷ്, ശരീരത്തെ അടക്കുവാനും ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാനുമുള്ള കഴിവ് എന്ന് പറയുന്നത്. ദാവീദ് രാജാവിന്റെ മുൻപിലേക്ക് പ്രവാചകൻ കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, നീ ചെയ്തത് തെറ്റാണ് അല്ലേ? നാഥാൻ പ്രവാചകൻ പറയുമ്പോൾ അതിനെ അംഗീകരിക്കുവാൻ തക്കവണ്ണം ദാവീദ് രാജാവിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അവൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാകിയാൽ അവന്റെ ഉള്ളിൽ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം എത്ര വീഴ്ചയുണ്ടായും അവന്റെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മാവ് അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നതാണ്.
ഇങ്ങനെ എല്ലാ മനുഷ്യരിലും, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മനുഷ്യരിലും ഈ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ നമുക്ക് വേണ്ടത്, നമ്മെ സർവാംഗ സുന്ദരിയെന്നും ഊനമില്ലാത്തവളെന്നും വിളിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ, പരിധിക്കപ്പുറമായുള്ള ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണ ഒരു ബലം നമുക്കുണ്ടാകണം. രണ്ടാമത്തെ പ്രത്യേകത പറയുന്നത് ഇങ്ങനെയാണ്: സോവറിനിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പരമാധികാരത്തിൽ സഞ്ചരിക്കുന്നവരാണ് ആര്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. മറന്നുപോകരുത്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, പരമോന്നത അധികാരത്തിൻ കീഴിൽ സഞ്ചരിക്കുന്നവർ. നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എവിടുന്നാ ലഭിച്ചേ? മമോദീസായിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. എന്നാൽ എന്റെയും നിങ്ങളുടെയും പ്രവൃത്തിയും ചിന്തകളും ഓരോ വാക്കും കേൾക്കുമ്പോൾ മറ്റുള്ളവർ പറയുമോ അവൻ പരിശുദ്ധാത്മാവിന്റെ പരമാധികാരത്തിൽ സഞ്ചരിക്കുന്നവളുമാണ് എന്ന്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊരിക്കലും പറയില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു വീഴ്ചയുള്ള നമ്മെ എങ്ങനെയാണ് ഈ സർവാംഗ സുന്ദരി എന്നും ഊനമില്ലാത്തവളെന്ന് വിളിക്കാൻ കഴിയുക? എന്തുകൊണ്ടാണ് ഈ പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും ദൈവത്താലാണ് സൃഷ്ടിക്കപ്പെട്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് ഈ പരാജയം സംഭവിക്കുന്നത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. എന്തെന്നറിയാമോ ഉത്തരം? ദൈവമുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഇപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ദൈവമുണ്ടോ മക്കളെ? ഉണ്ടോ? ആര് പറഞ്ഞു ദൈവം ഉണ്ടെന്ന്? പെട്ടല്ലേ? ദൈവമുണ്ടോ? ആര് പറഞ്ഞു? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടറിയേണ്ടതാണോ ദൈവത്തെ? ഒരിക്കലുമല്ല. അവൻ അപ്പവീഞ്ഞുകളായി തിരുശരീര രക്തങ്ങളായി നമുക്ക് വേണ്ടി നൽകപ്പെട്ടുവെങ്കിൽ അവനെ എങ്ങനെ അറിയണം? അനുഭവിച്ചറിയണം. എന്റെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ട്, ചേച്ചിയുടെ മകനാണ്. അവൻ വന്നിട്ട് പറഞ്ഞു, അമ്മാച്ച, ഭൂമി ഉണ്ടായത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാ ഭൂമി ഉണ്ടായേ? എങ്ങനെ ഉണ്ടായേ? നിങ്ങൾ പറഞ്ഞ അതേ ഉത്തരം അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഭൂമി ഉണ്ടാക്കിയത് ദൈവമാണ്. അവൻ പറഞ്ഞു, അല്ല, ഭൂമി എങ്ങനെ ഉണ്ടായി? ഭൂമി വലിയ 2 ഗോളങ്ങൾ കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിച്ചല്ലേ? സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാ. അങ്ങനെ ഭൂമി ഉണ്ടായി. രണ്ടാമത്തെ ദിവസം അടുത്ത ചോദ്യം ഉണ്ടായി. ചോദ്യം ഇതാണ്, അമ്മാച്ച, മനുഷ്യനുണ്ടായത് എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യൻ എങ്ങനെയാ മക്കളെ ഉണ്ടായേ? കുരങ്ങിൽ നിന്നാണ്. ഞാൻ പറഞ്ഞത് കുരങ്ങിൽ നിന്നില്ല, ദൈവമാണ് ഉണ്ടാക്കിയത്. അവൻ പറഞ്ഞു, അമ്മാച്ചൻ ഒന്നും അറിയത്തില്ല, പൊട്ടനാണ്. ഇത് ഞാൻ ചോദിച്ചു, എവിടുന്ന മോൻ പഠിച്ചേ? ശരിയാണ്, സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. സ്കൂളിൽ നിന്ന് പഠിച്ചതിന് വല്ല തെറ്റുമുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷെങ്കിൽ മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നാണെന്നും ഭൂമി ഉണ്ടായത് ഗോളങ്ങൾ പൊട്ടിത്തെറിച്ചുമാകാമെന്നും പറയുന്നതേ ഉള്ളൂ. തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? തെളിയിക്കപ്പെട്ടിട്ടില്ല. തെളിയിക്കുന്നിടം വരെ അതിന്റെ പേരാണ് ഹൈപ്പോത്തിസിസ്, അനുമാനം. അനുമാനത്തിന്റെ പ്രത്യേകത എന്താ? അത് ശരിയാകാം, അത് തെറ്റാകാം. എന്റെ പ്രിയമുള്ളവരെ, ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പേ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകനും കുട്ടിയുടെ മനസ്സിൽ ആദ്യം പഠിപ്പിക്കേണ്ട ഒരു പാഠം ഇതാണ്. എന്തെന്നറിയാമോ? ഇങ്ങനെ ഒരു അനുമാനം നിലനിൽക്കുന്നു. മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നു, ഇല്ലെങ്കിൽ ഭൂമി ഉണ്ടായത് ഭൂഗോളങ്ങൾ പൊട്ടിത്തെറിച്ചോ ആകാം എന്ന് ചില മനുഷ്യർ പറയുന്നു, ചില ശാസ്ത്രജ്ഞർ പറയുന്നു. അങ്ങനെ ആകാമെന്ന് തെളിയിക്കുന്നിടം വരെ മക്കളെ, എനിക്കും നിങ്ങൾക്ക് ഒന്ന് വിശ്വസിക്കാം. എന്ത്? എന്നെ നിങ്ങളെ സൃഷ്ടിച്ചതും വഴി നടത്തിയതും ആരാ? ദൈവം തമ്പുരാനാണ്. എന്നെ നിങ്ങൾ സൃഷ്ടിച്ചതും വഴി നടത്തുന്നതും ദൈവം തമ്പുരാനാണ്. അത്രമേൽ ആഴത്തിൽ
വിശ്വസിക്കുവാൻ ഒരു അധ്യാപകർക്ക് സാധിക്കാത്തതിന്റെ പ്രതിഫലനമാണ്. ഇതിനെ ഒറ്റ വാക്ക് മതി, അനുമാനം എന്ന് പറയുന്ന ഒറ്റ വാക്ക് മതി, അതുപോലും ആഴത്തിൽ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ഞാനും ഒരു അധ്യാപകനായി, അതുകൊണ്ട് തന്നെ എന്നെ കൂടെ ഉൾപ്പെടുത്തിയ ഞാൻ പറയുന്നേ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മക്കളെ അടിസ്ഥാനപരമായി വിശ്വസിക്കണം. ഇതാരുണ്ടാക്കിയതാണ്? ദൈവമുണ്ടാക്കിയതാ. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ആ ദൈവത്തെ എങ്ങനെ അറിയാൻ പറ്റില്ല? ബുദ്ധി കൊണ്ടറിയാൻ പറ്റില്ല, മറിച്ച് എങ്ങനെ അറിയാം? ഹൃദയം കൊണ്ടറിയാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ മോശയെ കുറിച്ച് വായിക്കുന്നുണ്ട്. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായ എവിടെയാ? പർവ്വതത്തിന് മുകളിലാണ്, അല്ലെ? ശരിയാണ്. ഈ പർവ്വതത്തിന് മുകളിൽ പ്രത്യക്ഷനാകുമ്പോൾ മോശ ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നേ? നീ ആരാണ്? നൈസായിട്ടൊന്ന് നൈസായിട്ട് ചോദിച്ചപ്പം ദൈവം എന്തുത്തര പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്തൊരു പൊട്ട ഉത്തരവല്ലേ, അല്ലേ? പരീക്ഷയ്ക്ക് പേപ്പർ നോക്കുന്ന ടീച്ചർമാരോട് ചോദിച്ചാൽ ഇങ്ങനെ മാർക്ക് എഴുതി വെച്ചാൽ മാർക്ക് വരുമോ? പക്ഷെ ദൈവം പറഞ്ഞ ഉത്തരവ് ഇതാണ്. എന്ത്? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം മോശയോട് പറയണം, എടോ മോശേ, നിനക്കെന്നെ അറിയാൻ കഴിയും. നീ വിശ്വസിക്കുകയാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നവനാണ് ഞാനെന്ന് വിചാരിച്ചാൽ ഞാൻ അതാണ്. നീ ചിന്തിക്കുകയാണ് നിന്റെ നാവിനൊരു വിക്കുണ്ട്, നിന്റെ വിക്കിനോട് ചേർന്നിരുന്ന് സംസാരിക്കുന്നവനാണ് ഞാനെന്ന് വിചാരിച്ചാൽ ഞാൻ അതുമാണ്. നീ ചിന്തിക്കുകയാണ് ശത്രുക്കളെ സംഹരിക്കുന്നവനാണെന്ന് വിചാരിച്ചാൽ ഞാൻ അതുമാണ് എന്ന് പറഞ്ഞാൽ എന്താ? നീ എന്തൊക്കെ ചിന്തിക്കുന്നുവോ അതെല്ലാമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തമ്പുരാൻ പറയുകയാണ്, നീ എന്ത് ചിന്തിക്കുന്നോ അതുക്കും മേലെയാണ് ആര്? ഞാൻ. രജനികാന്ത് അന്ന് ആദ്യം പറഞ്ഞേ അതുക്കും മേലെയാണെന്ന്. മറിച്ചാരാ? അങ്ങ് അവിടെ വെച്ച് പറഞ്ഞതാ. എന്ത്? നീ എന്ത് ചിന്തിക്കുന്നോ അതുക്കും മേലെയാണ് ഞാൻ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളൊരു ദൈവമുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നിടത്ത്, എന്റെ ജീവിതത്തെ നടത്തുന്നത് എന്റെ ദൈവമാണെന്ന് തിരിച്ചറിയുന്നിടത്ത്, എന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുകയും പരിശുദ്ധാത്മാവിന്റെ നൽവരത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുകയും ചെയ്യും. അവിടെ നമ്മൾ എന്ത് ബോധ്യമുള്ളവരാകും? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യമുണ്ടാകും. നമുക്ക് സർവാംഗ സുന്ദരി എന്നതിനും ഊനമില്ലാത്തവൾ എന്നതിനും ആ പേരിന് അർഹയായി തീരുവാൻ കഴിയും. ഇതാണ് അമ്മയെ ഊനമില്ലാത്തവളാക്കി മാറ്റി തീർന്നത്. മറ്റൊരു പ്രത്യേകത എന്തെന്നറിയാമോ? ദൈവമാതാവിനെ സർവാംഗ സുന്ദരിയും ഊനമില്ലാത്തവളുമാക്കി തീർത്ത രണ്ടാമത്തെ പ്രത്യേകത അത് ആത്മീയ പക്വതയാണ്. സ്പിരിച്വൽ മാച്യൂരിറ്റി. എന്ത് ഈ സ്പിരിച്വൽ മാച്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആത്മീയതയെ തിരിച്ചറിയുന്ന ഒരു ബോധ്യമാണ്. അമ്മ സംശയമില്ലാത്തവളായിരുന്നോ? അമ്മയ്ക്കൊരു സംശയമില്ലായിരുന്നോ? അമ്മയുടെ അടുക്കിലേക്ക് മാലാഖ കടന്നു വരുമ്പോൾ അമ്മ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇതൊക്കെ പറയുമ്പോ എന്താ ഇത് എങ്ങനെ സംഭവിക്കും? നമ്മളെ പോലെ തന്നെ ചോദ്യമുള്ള ആളാണ്. പക്ഷെങ്കിൽ അമ്മയുടെ ആത്മീയ പക്വത എന്ന് പറയുന്നത് ഇത് ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ സാധിക്കുമെന്ന് മാലാഖ പറഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ചോദ്യം ചോദിച്ചതായി വേദഭാഗത്ത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? എങ്ങും കാണുന്നില്ല. ഇതിന്റെ പേരാണ് എന്ത്? ആത്മീയ പക്വത. ഞാനും നിങ്ങളുമായിരുന്നു എന്ത് ചെയ്തേനെ? എനിക്ക് നിങ്ങൾക്കുമാണ് ഇങ്ങനെ ഒരു ദൈവം തമ്പുരാനെ പേറുവാനുള്ളൊരു ഭാഗ്യം ലഭിച്ചതെങ്കിൽ എത്ര മാസമാണ് ചുമക്കണ്ടേ? അല്ലേ? 9 മാസം പൂർത്തീകരിക്കുന്ന ഈ 9 മാസവും ഡെയിലി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കും. എന്തായിരിക്കും? തമ്പുരാനെ, ഇതൊക്കെ നടപടിയാണോ? അല്ലേ? നമ്മൾ ചോദിക്കുമായിരിക്കും. എന്നാൽ ഇവിടെ അമ്മയ്ക്ക് ആ ചോദ്യമില്ല എന്നതിന്റെ പേരാണ് എന്ത്? ആത്മീയ പക്വത. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും വളരേണ്ടത് ഈ പക്വതയിലേക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് എന്റെ ജീവിതം മാത്രം ഇങ്ങനെ? എന്തുകൊണ്ട് എന്റെ മക്കൾ മാത്രം ഇങ്ങനെ? എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ? ചോദിക്കുന്നതിന് മുമ്പ് ഓർത്തുകൊള്ളണം, ഒറ്റത്തവണ തമ്പുരാന്റെ മുൻപിൽ ആവശ്യങ്ങളെ നിറവേറ്റിയാൽ മതി. തമ്പുരാൻ അറിയാത്തതായി ഈ ലോകത്ത് യാതൊന്നും തന്നെയില്ല.
എന്റെ തമ്പുരാൻ അറിയാത്തതായി ഈ ലോകത്ത് യാതൊന്നും തന്നെയില്ല എന്ന തിരിച്ചറിവിന്റെ പേരാണെന്ത്? ആത്മീയ പക്വത. ഈ ആത്മീയ പക്വതയില്ലാത്തോണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? വളരെ സർവാംഗ സുന്ദരി എന്നും ഊനമില്ലാത്തവളെന്നും വിളിക്കപ്പെടേണ്ട അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ വിഭജിക്കപ്പെടുന്നു. പല പേരില അമ്മ അറിയപ്പെടുന്നേ അല്ലേ? ഒരു സ്ഥലത്ത് ചെയ്യുമ്പം ആ പള്ളിയുടെ പേരിലുള്ള അമ്മ, മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറെ ഒരു സ്ഥലത്തുള്ള അമ്മ അല്ലേ? വേളാങ്കണ്ണി അമ്മ, കൃപാസനം അമ്മ. എന്തുകൊണ്ടാ കുമ്പഴ അമ്മ എന്ന് പറയാത്തെ? ഇവിടെ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ജീവിക്കുന്ന ഈ സ്ഥലത്തായതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ കേട്ടിട്ടുമേ. ഇത്ര സൗന്ദര്യമുള്ള ഒരു അമ്മയെ എന്തിനിങ്ങനെ വിരൂപയാക്കും? അമ്മയെ വിളിക്കുവാൻ തക്കവണ്ണം ഒറ്റ പേരേ ഉള്ളൂ. അതിനെയാണ് പിതാക്കന്മാർ വിളിക്കുന്നത് തെയോട്ടോക്കോസ്, ദൈവമാതാവ്. എന്നെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. എങ്ങനെ വിളിക്കണം? ദൈവമാതാവ്. മറ്റ് പേരിട്ട് വിളിക്കാൻ യാതിന്റെയും ആവശ്യമില്ലാത്തവളാണ് കന്യകമറിയാം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ അമ്മയെ വിരൂപയാക്കരുത്. ഇതിവിടെയും തീരുന്നില്ല. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? തനിക്ക് വേണ്ടിയല്ല എന്നൊരർത്ഥമുണ്ട്. ആണോ? സ്വന്തം അമ്മമാർ തനിക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? മക്കളോട് പറയാറുണ്ട്, നീ ഇന്നത് ചെയ്താലേ ഞാൻ ഇന്നത് തരികയുള്ളൂ എന്നൊക്കെ പറയുമെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളേ? നൽകുവാൻ തക്കവണ്ണം സ്നേഹമുള്ളവൾ. അങ്ങനെയുള്ള അമ്മയെ ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ചില ചരട് ജപിച്ച് കൈ കെട്ടിയാൽ മാത്രമേ എന്ത് സംഭവിക്കൂ? അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില വെളിച്ചെണ്ണ എടുത്ത് പ്രാർത്ഥിച്ചു തന്നാൽ മാത്രമേ എന്ത് സംഭവിക്കൂ? അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ. ചില പത്രം കലക്കി കുടിക്കുകയും ചില പത്രം മറ്റുള്ളവരിലേക്ക് നൽകുകയും ചെയ്താൽ എന്ത് സംഭവിക്കൂ? അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ. ഇതിലും വിരൂപയാക്കുന്നത് എങ്ങനെയാ? ആരും പറയാതെ തന്നെ കാനാവിലെ കല്യാണത്തിന്റെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞവളുടെ പേരാണ് ദൈവമാതാവ്. അമ്മയെ ഇങ്ങനെ വിരൂപയാക്കല്ലേ, അമ്മയെ ഇങ്ങനെ കച്ചവടമാക്കല്ലേ. മലയാളത്തിൽ ഒരു പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാ? അത് വെറും സങ്കല്പമല്ലേ. ദൈവം എന്ന് പറയുന്നത് ഹൈലി എക്സ്പ്ലോസീവ് കോർപ്പറേറ്റീവ് ബിസിനസ് ട്രാപ്പ് അല്ലേ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് കച്ചവടത്തിനുള്ള വസ്തുവല്ലേ. അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ മാത്രമല്ല അമ്മയും എന്താക്കി? കച്ചവട വസ്തുവാക്കി മാറ്റി. പല പള്ളികളിൽ പോകുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഇവിടെ പ്രതിസന്ധിയില്ല. മറിച്ച് എന്തുണ്ടാകാൻ പാടില്ല? ഇത്ര ദിവസം രാവിലെ മുതൽ ഇന്ന എണ്ണ പുരട്ടിയാലും ഇന്ന പത്രത്തിൽ ഇരുന്നാൽ മാത്രമേ എനിക്ക് അനുഗ്രഹം കിട്ടൂ എന്ന് പറഞ്ഞാൽ ആ അമ്മ അമ്മയല്ല. തിരിച്ചു വരേണ്ടത് സത്യവിശ്വാസത്തിലേക്കാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. കഴിഞ്ഞ ദിവസമുണ്ടായ 2 സങ്കടകരമായ കാര്യമുണ്ട്. ഒരു പ്രസംഗത്തിന് ഇങ്ങനെ പോയി പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ പ്രധാന ശുശ്രൂഷൻ കടന്നു വന്നിട്ട് പറഞ്ഞു, അച്ഛാ പറഞ്ഞത് ശരിയാ. കഴിഞ്ഞ ജനന പെരുന്നാളിൽ തീജ്വാല ശുശ്രൂഷയ്ക്ക് കത്തിക്കുവാൻ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കൃപാസനത്തിന്റെ പത്രമായിരുന്നു. തീജ്വാല ശുശ്രൂഷ എന്തിനുള്ളതാ? തമ്പുരാൻ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മളെ വീണ്ടെടുത്ത അവന്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന അഗ്നിയിൽ നമ്മയൊക്കെ സ്ഫുണം ചെയ്ത് വിശുദ്ധീകരിക്കുന്ന ഒരു ശുശ്രൂഷ. അതിൽ നിക്ഷേപിക്കുന്നത് എന്തൊക്കെയാ? നമ്മൾ നിക്ഷേപിക്കുന്നത് വിശുദ്ധമായി കുദാശ ചെയ്ത കുരുത്തോല. പിന്നെന്താ പറയുന്നേ? അതോടൊപ്പം തന്നെ നമ്മൾ വിശുദ്ധമായി എങ്ങനെ നമ്മുടെ വേദപുസ്തകങ്ങളൊക്കെ ഒന്ന് അഴുക്കാകുമ്പോൾ അത് നമുക്ക് അതിലേക്ക് നമ്മൾ നിക്ഷേപിക്കാറുണ്ട്. മറിച്ച് എന്താ? അതുപോലെ തന്നെ വിശുദ്ധമായ കാപ്പ, അത് ഉപയോഗിക്കുവാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ ആ വിശുദ്ധമെന്ന് കുദാശ ചെയ്യപ്പെട്ടത് അവിടെ നിക്ഷേപിക്കും.
പ്രക്ഷേപിക്കാറുണ്ട്. ഇപ്പോൾ അതിലും മേലെ നിൽക്കുന്നതാണ് ചില ധ്യാന കേന്ദ്രങ്ങളുടെ പത്രം എന്ന് പറയുമ്പോൾ എന്റെയും നിങ്ങളുടെ അധപ്പതനം എന്ത് എന്ന് ചിന്തിക്കണം. വീണ്ടും കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഒരു മോൻ വന്ന് പറഞ്ഞു, അച്ഛാ പരീക്ഷയ്ക്ക് എനിക്ക് പേടിയായിരുന്നു. എന്റെ അടുത്തുള്ള ആന്റി പറഞ്ഞു, മോനെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നൊരു ഉപ്പുണ്ട്, നീ സ്കൂളിൽ പോയി ബെഞ്ചിന്റെ മേളിൽ ആ ഉപ്പിട്ടിട്ട് അതിന്റെ മേളിരുന്ന് പരീക്ഷ എഴുതിയാൽ മതി, നിന്റെ പേടി മാറും. എന്റെ ചോദ്യം ഒറ്റ ചോദ്യമുള്ളൂ, ഇത്രയൊക്കെ ചെയ്തിട്ടും സ്വസ്ഥതയുണ്ടോ? ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് താൽക്കാലികമായ ആശ്വാസങ്ങളും സ്വാന്തനങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതിനപ്പുറമായി ഒരു ആശ്വാസവും സ്വാന്തനവും നമുക്ക് ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നില്ല. അതെന്തുകൊണ്ടെന്നറിയാമോ പ്രിയമുള്ളവരെ? ഈ മാതാവിനെ പോലെ ആത്മീയ പക്വതയിലേക്ക് വളരുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യൻ അവന്റെ പ്രതിസന്ധികൾ കൂടി വരുമ്പോൾ എല്ലാറ്റിലും എന്തിനെ കാണും? ദൈവത്തെ കാണും. ഇത് മനുഷ്യന്റെ ഒരു വലിയ പോരായ്മയാണ്. മോശ മലയുടെ മകളിലേക്ക് കയറിപ്പോയപ്പോൾ മോശയെ കാണാതെ വന്ന സമയത്ത് താഴെയിരുന്ന മനുഷ്യർ, ഇസ്രായേൽ ജനത പറയുന്നുണ്ട്, എന്ത് ചെയ്യണം? വിഗ്രഹത്തെ ഉണ്ടാക്കണം. കാളക്കുട്ടി ഉണ്ടാക്കിയെന്നാ പറയുന്നല്ലേ. ഈ കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് എന്താ? അവരതിനു ചുറ്റും തുള്ളിച്ചാടി പ്രാർത്ഥിച്ചു. അതെന്തുകൊണ്ടായിരിക്കും അവർ തുള്ളിച്ചാടി പ്രാർത്ഥിച്ചേ? തുള്ളിച്ചാടി പ്രാർത്ഥിക്കണമെങ്കിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, അവരതിൽ ആരെ കണ്ടു? ദൈവത്തെ കണ്ടു. കർമ്മേൽ പർവ്വതത്തിൽ ബാലിന്റെ 1 2 450 പ്രവാചകന്മാർ രക്തമൊഴുക്കി ബലിപീഠത്തിനു ചുറ്റും തുള്ളിച്ചാടി എന്ന് പറയുന്നത്. അങ്ങനെ ചാടണമെങ്കിൽ അതിനർത്ഥം എന്താ? അവരതിൽ ദൈവത്തെ കണ്ടു. അവർ കണ്ട രണ്ടിലും ദൈവം ഉണ്ടായിരുന്നോ? ദൈവമില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, മനുഷ്യൻ കാണുന്ന സകലത്തിലും ഇതുപോലുള്ള ആചാരങ്ങളിലും ദൈവമുണ്ടെന്ന് പറയരുത്. ദൈവം എവിടെയുള്ളത്? വിശുദ്ധ കുർബാനയിൽ പറയുന്നുണ്ടല്ലോ, പിതാവാം ദൈവം എവിടെ? നമ്മോടുകൂടെ. പുത്രനാം ദൈവം എവിടെയാ? നമ്മോടുകൂടെ. പരിശുദ്ധ റൂഹായാം ദൈവം എവിടെയാ? നമ്മോടുകൂടെ. അവൻ വസിക്കുന്ന ഒരു ആലയമുണ്ട്. ആലയത്തിനുള്ളിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ മതി. അപ്രകാരം പ്രാർത്ഥിക്കുന്നിടത്താണ് എന്തുണ്ടാകുന്നത്? ആത്മീയ പക്വത ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ മാതാവിന്റെ പെരുന്നാളിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനും ഇതേ ഉള്ളൂ, അമ്മയെ ഇങ്ങനെ വിരൂപയാക്കരുത്. അമ്മയ്ക്ക് ആത്മീയ പക്വത നൽകുന്ന മറ്റൊന്നുകൂടിയുണ്ട്. അതെന്നറിയാമോ? അമ്മ ദേവാലയത്തോട് ചേർന്നവളായിരുന്നു. ദേവാലയ ശുശ്രൂഷകളോട് ചേർന്ന് നിന്നവളായിരുന്നു എന്നുള്ളതാണ് അമ്മയ്ക്ക് ആത്മീയ പക്വത നൽകുന്ന മറ്റൊരു തലം എന്ന് പറയുന്നത്. അതിന്റെ കാരണം, അമ്മയുടെ മാതാപിതാക്കൾ ദേവാലയത്തോട് ചേർന്ന് നിന്നെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. യേശു തമ്പുരാൻ ജനിച്ചപ്പോൾ യേശു തമ്പുരാന്റെ ഒരു പ്രായം വരെ അവൻ എവിടെ കൊണ്ടുപോയി? ദേവാലയത്തിൽ കൊണ്ടുപോയി സകല ശുശ്രൂഷകൾ അവന് നൽകി, അല്ലേ? എന്നാണ് വേദപുസ്തകം പറയാ. അവന് വേണ്ടതായ സകല ശുശ്രൂഷകളും ദൈവമാതാവ് തന്റെ ഉദരത്തിൽ ഉരുവായ ക്രിസ്തുവിന് നൽകിയെന്നാ പറയുക. അതിനർത്ഥം എന്താ? അവൾ ദേവാലയത്തോട് ചേർന്ന് നിന്ന് ശുശ്രൂഷയുടെ ഭാഗമായി മാറി എന്നുള്ളതാണ്. നമ്മുടെ ഇടയിൽ പുതിയൊരു ആത്മീയത വളർന്നു വരുന്നുണ്ട്. ദൈവമുണ്ട്, പക്ഷെ എന്തു വേണ്ട? ദേവാലയം വേണ്ട. ദൈവമുണ്ട്, പക്ഷെ ദേവാലയം ആവശ്യമില്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമാണ്. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഒന്നിന്റെ പേരാണ് എന്ത്? ഓർത്തഡോക്സി എന്ന് പറയുന്നത്. ഓർത്തഡോക്സി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പറഞ്ഞു, ശരിയാണ്, സ്തുതിചൊവ്വാക്കപ്പെട്ടത്, അല്ലേ? പല അർത്ഥങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അച്ഛാ, അത് നമ്മൾ നിൽക്കുന്ന ഒരു മതത്തിന്റെ പേരാണ് എന്ത്? ഓർത്തഡോക്സി. ആണോ? ഓർത്തഡോക്സി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ ദൈവത്തെ എന്റെ മരണം വരെയും മരണത്തിനു ശേഷവും ഞാൻ അറിയുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജീവിതചര്യയുടെ പേരാണെന്ത്?
ഓർത്തഡോക്സി. ജീവിതചര്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ ഇപ്പൊ ചെയ്യുന്ന ചര്യയുണ്ട് അല്ലെ? രാവിലെ എഴുന്നേക്കും, നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റും, പോകേണ്ട സ്ഥലത്ത് പോകും, തിരിച്ചു വരും. അങ്ങനെയെങ്കിൽ ജീവിതത്തോട് ചേർത്തു വെക്കേണ്ട ജീവിതചര്യയുടെ പേരാണ് എന്ത്? ഓർത്തഡോക്സി. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തിടത്താണ് നമ്മളൊക്കെ ഇങ്ങനെ ഈ സഭയെ കുറ്റം പറയുന്നത്. കുറ്റം പറയുവാൻ യാതൊരു അർഹതയുമില്ലാത്ത ഒരു രീതിയും ഒരു ശാസ്ത്രവും ഉള്ളതാണ് സഭ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, കാരണം അത് എന്റെയും നിങ്ങളുടെയും ജീവിതചര്യയുടെ പേരാ. ഒന്ന് ചിന്തിച്ചേ, ഞാൻ ഈ ലോകത്ത് ജനിച്ചു വീഴുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാൻ തക്കവണ്ണം എന്തുണ്ട്? ഒരു മാമോദിസ തൊട്ടിയുണ്ട്. യേശു തമ്പുരാനെ സഹോദരനും സഹോദരിയുമാക്കി തരുവാൻ ഒരു വിശുദ്ധമായ മാമോദീസ ശുശ്രൂഷ, കൂദാശയുണ്ട്. അവിടുന്ന് ഞാൻ വളർന്നു വരുമ്പോൾ എന്റെ ജീവിതത്തിൽ തെറ്റുകളിലേക്ക് ഞാൻ വീണുപോയി, എന്റെ പാപങ്ങളെ കുറിച്ച് ഞാൻ വിഷമിച്ച് അതിലായിത്തീരുമ്പോൾ ഓടിച്ചെന്ന് ഏറ്റുപറഞ്ഞ് എന്റെ പാപങ്ങൾക്ക് പരിഹാരം കാണുവാൻ തക്കവണ്ണം ഒരു കുമ്പസാരമുണ്ട്. അവിടെ നിന്നും എന്റെ ജീവിതത്തിന് മരണമില്ലായ്മയെ സമ്മാനിക്കുന്ന നിത്യജീവനെ നൽകുന്ന തമ്പുരാന്റെ രണ്ടാമത്തെ വരവ് വരെ അവനെ ഹൃദയം കൊണ്ട് അറിയുവാൻ തക്കവണ്ണം എനിക്കൊരു വിശുദ്ധ കുർബാനയുണ്ട്. വീണ്ടും ഞാൻ രോഗാവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെയും എന്റെ സകല പാപങ്ങളെയും പോക്കി എന്റെ രോഗത്തിൽ നിന്ന് സൗഖ്യം തരുവാൻ തക്കവണ്ണം ഒരു രോഗ ശുശ്രൂഷയുണ്ട്. ഇതിലും അവസാനമായി ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് വേർവിട്ട് വരുമ്പോൾ എന്റെ രണ്ടാമത്തെ വരവ് വരെ എന്റെ ശരീരം വളരെ മാന്യതയോടും ഔന്നത്യത്തോടും കൂടെ ഇരിപ്പാൻ തക്കവണ്ണം എന്റെ പേരിൽ വാങ്ങിക്കപ്പെട്ട ഒരു സ്ഥലം എന്റെ പള്ളിയോട് ചേർന്നുണ്ട്. ഇതിലുമൊരുപരി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സഭ ഇടപെടുന്നത് എങ്ങനെയാണ്? വീണ്ടും ഞാൻ മരണത്തോട് തീരുന്നില്ല. ഞാൻ മരിച്ച് മണ്ണോട് ചേരുകയും എന്റെ ആത്മാവ് മനുഷ്യബുദ്ധിക്ക് അതീതമായ തലത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ എന്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരു മദ്ബഹായും ഒരു ശുശ്രൂഷയുമുണ്ട്. ഞാൻ വീണ്ടും ചോദിക്കുക, ഇത്രയേറെ ആഴത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഭയും ഒരു വിശ്വാസവും വേണ്ട എന്ന് വെക്കാൻ കഴിയുന്നത് എങ്ങനെയാ? അത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുക? പ്രിയമുള്ളവരെ, അതുകൊണ്ട് അമ്മ ദേവാലയത്തോട് ചേർന്ന് നടന്നതുപോലെ ഞാനും നിങ്ങളും ദേവാലയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ആത്മീയ പക്വത വന്നു ചേരും. ആത്മീയ പക്വത വന്നു ചേരത്തക്കവണ്ണം എന്റെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഴുകുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബിജു തോമസ് സാറിന് ഒരു പ്രശസ്തമായ ഒരു കവിതയുണ്ട്. ദൈവങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് പുസ്തകത്തിന്റെ പേര്. അതിൽ തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു കവിത ഇങ്ങനെയാ: ഞാൻ കൈകൾ കഴുകിക്കൊണ്ടേയിരുന്നു പീലാത്തോസിനെ പോലെ, ഇടം കൈ വലം കൈയുടെ മേലും വലം കൈ ഇടം കൈയുടെ മേലും, ചെറുവിരൽ മുതൽ പെരുവിരൽ വരെയും അകം കൈ മുതൽ പുറം കൈ വരെയും ഞാൻ കഴുകിക്കൊണ്ടേയിരുന്നു. ഒരു തീർത്ഥാടനം പോ. എന്നിട്ടും ഹൃദയത്തിലെത്താൻ ഇനിയും ഒരുപാട് കാതങ്ങൾ ബാക്കിയുള്ളതുപോലെ, എന്റെ പ്രിയമുള്ളവരെ, പ്രസംഗങ്ങൾ ഉപരിയാണ്. കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ തലത്തിൽ നിൽക്കുമ്പോഴും അത് ഹൃദയത്തിൽ കൊള്ളുവാൻ തക്ക രീതിയിൽ വിവരിക്കപ്പെടുന്നുമുണ്ട്. എന്നിട്ടും അത് ഹൃദയത്തിൽ വസിക്കുവാൻ തക്കവണ്ണം ഹൃദയത്തെ കഴുകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ആത്മീയത പക്വതയിലേക്ക് വളരുവാൻ നമുക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാതാവിനെ പോലെ ആത്മീയ പക്വത പ്രാപിക്കുവാൻ കഴിയണം. അമ്മയുടെ ആത്മീയ പക്വതയ്ക്ക് ഒരു കാരണം കൂടിയുണ്ട്. ഇതിന്റെ കാരണം അമ്മ സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ്. അമ്മ സുവിശേഷം അറിയിച്ചിട്ടുണ്ടോ?
ഉണ്ടോ? വളരെ ചെറിയ വാചകത്തിൽ സുവിശേഷം അറിയിച്ചുള്ള പേരാണ് കന്യക മറിയം. എവിടെയാണെന്നറിയാമോ? കാനാവിലെ കല്യാണത്തിന് ആ വീട്ടിന്റെ പോരായ്മകൾ കണ്ട് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞ ചെറിയൊരു വാചകമുണ്ട്. എന്തെന്നറിയാമോ? ഡു വാട്ട് ഹി സേസ്. അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ ചെയ്യുക. ഡു വാട്ട് ഹി സേസ്. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഇതിലും വലിയൊരു സുവിശേഷമുണ്ടോ? അതുകൊണ്ട് സെരൂഗിലെ യാക്കോബ് പിതാവ് അമ്മയെ വിശേഷിപ്പിക്കുന്നത് മൗത്ത് ഓഫ് ദി ചർച്ച് എന്ന, സഭയുടെ വായാണ് ആര്? അമ്മ. കാരണം സഭയാണ് പറയേണ്ടത് എന്ത്? അവൻ എന്ത് കൽപ്പിക്കുന്നോ അത് ചെയ്യുക. അങ്ങനെയെങ്കിൽ സഭ എന്ന് പറയുന്നത് ആരാ? ഞാനും നിങ്ങളുമാ. ഞാനും നിങ്ങൾക്കും ആത്മീയ പക്വത ഉണ്ടാകണമെങ്കിൽ അമ്മയെപ്പോലെ ജീവിതം കൊണ്ട്, കാഴ്ചകൾ കൊണ്ട്, കേൾവികൾ കൊണ്ട്, സംസാരം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നടത്തുകൊണ്ട് സുവിശേഷം അറിയിക്കുവാൻ കഴിയണം. അവിടെ നമുക്ക് ആത്മീയ പക്വത ഉണ്ടാകും. അവസാനമായി ഒരു ഭാഗം കൂടെ ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. അമ്മയ്ക്ക് സർവാംഗ സുന്ദരിയാകുന്നതിൻ്റെയും അമ്മ ഊനമില്ലാത്തവളായതിൻ്റെ കാരണം സ്നേഹ ആഴത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചുവെന്ന, സ്നേഹത്തെ ആഴത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചവളാണ് ആര്? ദൈവമാതാവ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കാനാവിലെ അമ്മയുടെ വലിയൊരു പ്രത്യേകത, കുറവുകൾ അറിഞ്ഞ് അമ്മ അത് നിറവേറ്റി കൊടുത്തപ്പോൾ അത് സ്നേഹത്തിന്റെ ആഴത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ഈ അമ്മയുടെ സ്നേഹത്തിന്റെ ആഴവും വിനയവും മനസ്സിലാക്കേണ്ട ഒരുപാട് വേദഭാഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊരു വേദഭാഗം ഈ പറയുന്ന ദൈവമാതാവ് കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് എലിസബത്തിന്റെ അടുക്കലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. എലിസബത്തിന്റെ അടുക്കൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളിവിടെ കാണുന്നൊരു കാഴ്ചയുണ്ട്. കാഴ്ച എന്തെന്നറിയാമോ? 2 സ്ത്രീകൾ ഇങ്ങനെ കടന്നു വരിക. 2 സ്ത്രീകൾ. ഒരു സ്ത്രീ വളരെ പ്രായമുള്ളവളാണ്. അവിടെ പേരാണെന്ത്? എലിസബത്ത്. മറുഭാഗത്ത് നിൽക്കുന്ന ആരാ? ഒരു ചെറിയ സ്ത്രീ. തന്റെ മുൻപിലേക്ക് കടന്നു വരുന്ന കന്യകമറിയമാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ തന്റെ മകളുടെ പ്രായം മാത്രം വരേണ്ട ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ പ്രായമുള്ള എലിസബത്ത് എന്താ ചെയ്യുന്നേ? എന്റെ ദൈവത്തിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ താഴ്ന്നു കൊടുക്കുകയാണ്. മറുഭാഗത്ത് എന്താ സംഭവിക്കുന്നേ? ദൈവമാതാവെന്ന് വിളിക്കപ്പെടുവാൻ അർഹതയുള്ളവൾ, ശ്രേഷ്ഠയായവൾ, അവൾ എന്താണ്? ഈ അമ്മയേക്കാൾ താണു കൊടുക്കുക. ഇതൊന്നും എൻ്റെ അല്ല, മറിച്ച് എന്താണ്? എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. ഇതാണ് ബന്ധത്തിന്റെ ആഴം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ വീട്ടിലും മുതിർന്നവരും കുട്ടികളും ഒന്നിച്ചു വരാറുണ്ട്. പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ഒന്നിക്കുമ്പോൾ ആരെങ്കിലും അല്പം താഴ്ന്നു കൊടുക്കാറുണ്ടോ? പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചയ്ക്കും പറയുവാൻ എന്തുണ്ട്? കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതാനുഭവങ്ങളുണ്ട്. അവർ പറയുകയാണ്, ഈ ജീവിത അനുഭവത്തിന് മുമ്പിൽ കൊച്ചുമക്കളെ നിങ്ങളൊന്നുമല്ല. ഇത് കേൾക്കുന്ന കൊച്ചുമക്കൾ എന്ത് പറയും? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും അടുക്കിലേക്ക് പോകുവാൻ പോലും തയ്യാറാകുന്നില്ല. പ്രിയമുള്ളവരെ, ബന്ധങ്ങളെ വളർത്തേണ്ടത് അങ്ങനെയല്ല. അനുഭവ സമ്പത്തുകൾ നമുക്കുണ്ടാകും. പക്ഷെ അനുഭവ സമ്പത്തുകൾ അടുത്ത തലമുറയ്ക്ക് ഭാരമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടതല്ല. തിരിച്ചു കുഞ്ഞുങ്ങളോടും നമുക്ക് മുന്നമേ നടന്ന നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയുടെയും അനുഭവ സമ്പത്തിനെ നിസ്സാരമായി കാണേണ്ടതുമല്ല. പ്രിയമുള്ളവരെ, ആ തിരിച്ചറിവിൽ പരസ്പരം ഒന്നിക്കുന്നിടത്ത് എന്നുണ്ടാകും ഈ മാതാവിനെ പോലെ സ്നേഹത്തിന്റെ ആഴം അത് കൂട്ടുവാൻ നമുക്ക് കഴിയും. ആ സ്നേഹത്തിന്റെ ആഴം കൂടി വരുമ്പോൾ മാത്രമേ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വന്നു ചേരുകയുള്ളൂ. അതുകൊണ്ട് ആ ആഴത്തിലേക്ക് സഞ്ചരിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. പക്ഷെ നമ്മുടെ പ്രതിസന്ധി എന്തെന്നറിയാമോ? നമ്മളൊക്കെ എന്തൊക്കെയോ ആണെന്നുള്ള ചില തോന്നല.
അല്ലേ? നമുക്കൊക്കെ എന്തൊക്കെയുണ്ട്, നമ്മൾ ആരൊക്കെയാണ്? ശ്രീ PK പാറക്കടവ് സാറിന്റെ ഒരു ചെറിയ കഥയുണ്ട്. കഥയുടെ പേര് ഉറുമ്പെന്ന. കഥകൾക്ക് ഇഷ്ടം അല്ലേ? ഉറുമ്പെന്ന് പറയുന്ന കഥ ഇങ്ങനെ പറയുന്നേ: നിരനിരയായി ഉറുമ്പുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഉറുമ്പുകൾ ഇങ്ങനെ നിരനിരയായി കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ നമ്മൾ ചെയ്യുന്ന അതേ പണി ചെയ്തു. എന്നറിയാമോ? തന്റെ കാലെടുത്ത് ഈ ഉറുമ്പിന്റെ മുകളിൽ വെച്ച് ഇങ്ങനെ അതിനെ അരച്ചു കൊന്നു. ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഉറുമ്പ് രക്ഷപ്പെട്ട് ഈ മനുഷ്യന്റെ കാലിന്റെ മുകളിൽ വന്ന് ഒരു കടി കൊടുത്തു. കടി കൊടുത്തിട്ട് ഉറുമ്പ് പറഞ്ഞു, ഇപ്പോൾ ഇത് മതി, നാളെ നീ മണ്ണിനടിയിൽ വരും. നീ മണ്ണിനടിയിൽ വരുമ്പോൾ ബാക്കി അന്നേരം നൽകാം. ഇപ്പോൾ ഇത് മതി, നാളെ നീ മണ്ണിനടിയിൽ വരും, അപ്പോൾ ബാക്കി നൽകാം. കഥ തുടരുന്നത് ഇങ്ങനെയാണ്. ഈ ഉറുമ്പ് പറഞ്ഞത് മുറ്റത്തെ ചെടിയിലിരുന്ന പാമ്പും പഴുതാരയും ഒക്കെ കേട്ടു. ആര് മാത്രം കേട്ടില്ല? മനുഷ്യൻ മാത്രം കേട്ടില്ല. ഉറുമ്പ് പറഞ്ഞത് മുറ്റത്തിരുന്ന പാമ്പും പഴുതാരയും ഒക്കെ കേട്ടു, മനുഷ്യൻ മാത്രം കേട്ടില്ല. എന്നിട്ട് കഥ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? അല്ലെങ്കിലും ദൈവം പറഞ്ഞതുപോലും കേൾക്കാത്ത മനുഷ്യൻ എങ്ങനെയാ ഒരു ചെറിയ ഉറുമ്പ് പറയുന്നത് കേൾക്കാം? ദൈവം പറയുന്നത് പോലും കേൾക്കാത്ത മനുഷ്യൻ എങ്ങനെയാ ചെറിയ ഉറുമ്പ് പറയുന്നത് കേൾക്കാം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആഴത്തിൽ, ബന്ധങ്ങളുടെ ആഴത്തിലേക്ക് നാം ഒക്കെ കരയേറുമ്പോൾ അവിടെ അമ്മയെ പോലെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള സർവാംഗ സുന്ദരിയായി മാറുവാൻ നമുക്ക് ഏവർക്കും സാധിക്കും. എത്ര വർണ്ണിച്ചാലും മതിയാവത്തവളാണ് അമ്മ എന്ന് പറയുന്നതിൽ യാതൊരു സംശയം തന്നെയില്ല. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുക. ബുധനാഴ്ച സീമാ നമസ്കാരത്തിൽ സന്ധ്യയ്ക്ക് പാടുന്നൊരു കോലയുണ്ട്. ആ കോലം എങ്ങനെയാണ്? ചൊന്നാൽ മറിയാം നിൻ ശക്തിയ എന്നെ വഹിച്ചേൻ എന്ന് പാടുന്ന ഒരു പാട്ടാ. ഈ പാട്ടിന്റെ അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്. മറിയാം പറയുകയാണ്, എന്നെ ശക്തിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ വഹിച്ചു. വീണ്ടും പറയാ, കല്ലടാവിൽ ഞാൻ നിന്നെ പ്രസവിച്ചപ്പോൾ നിന്റെ മഹത്വം നീ എന്നെ കാണിച്ചു. അതിനുശേഷം പറയുകയാണ്, ചെറിയ പുൽക്കൂടിന് നീ ചുറ്റും ജനിച്ച പുൽക്കൂടിന് ചുറ്റും അഗ്നിജാലകൾ എരിയുക. അതിന്റെ മുകളിൽ 6 ചിറകുള്ള ശ്രോത്തേന്മാർ ഇങ്ങനെ പാടിപ്പറക്കുകയാണ്. നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ 6 ചിറകുള്ള ശ്രോത്തേന്മാരോട് പറയുക, നിന്റെ ചിറക്, നിന്റെ പക്ഷമൊന്ന് മാറ്റിത്തരണം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ അകത്തേക്ക് പ്രവേശിച്ച് നിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിനക്ക് ഹിതകരമായ മുലപ്പാൽ നൽകുവാൻ. എന്ത് ഭംഗിയ ഒരു വർണ്ണനയാണെന്നറിയാമോ? അമ്മയ്ക്കിവിടെ അഹങ്കാരങ്ങളില്ല. അമ്മയെ വീണ്ടും സുന്ദരിയാക്കുന്നതും ഊനമില്ലാത്തവളാക്കുന്നതും ഇതാണ്. അമ്മ പറയുകയാണ്, നീ മാറി നിൽക്ക എന്ന് പറഞ്ഞാൽ ആര് മാറി നിൽക്കും? ക്രൂപേന്മാർ മാറി നിൽക്കും. കാരണം ആരാണ്? ദൈവത്തിന്റെ അമ്മയാണ്. അമ്മ പറയുന്ന അങ്ങനെയല്ല, മറിച്ച് എന്താണ്? നീ ഒന്ന് പറ, എന്താണ്? ഒന്ന് മാറി നിൽക്കാൻ. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന എന്തായിരിക്കും? ഞാൻ ആദ്യമേ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മുൻപിൽ ഞാനൊന്ന് മുട്ടുകുത്തും. മുട്ടുകുത്തിയതിനു ശേഷം നിനക്ക് വേണ്ടതായ, പറയുന്നത് അങ്ങനെയാ, നിനക്ക് ഹിതകരമായ മുലപ്പാൽ ഞാൻ നിനക്ക് നൽകാം. പ്രിയമുള്ളവരെ, ഇത്രയാഴത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി നമുക്ക് മാതൃകയായി തീർന്ന ഒരമ്മയുടെ ജീവിതമാണ് ഞാനും നിങ്ങളും ഇന്ന് പെരുന്നാളിലൂടെ കൂടുതൽ ധ്യാനിക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് ആ ജീവിതത്തെ ഹൃദയത്തിൽ പേറുവാൻ കഴിയട്ടെ. വാക്കുകളെ അവസാനിപ്പിക്കുക. പറഞ്ഞത് ഇത്ര മാത്രം. ഉത്തമഗീതത്തിൽ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനമില്ല. ഈ 2 വിശേഷണം ചേരുന്നവളാണ് കന്യകമറിയാം. അതിന്റെ കാരണം എന്താണ്? അവൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണെന്ന ബോധ്യമുള്ളവളും അവൾ ആത്മീയ പക്വതയുള്ളവളും ഒപ്പം തന്നെ സ്നേഹത്തിന്റെ ആഴത്തിൽ ചലിച്ചവളുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്രകാരമായി തീരുവാൻ നമുക്ക് കഴിയും. അപ്രകാരമായി തീരുമ്പോൾ ഇതേ വാക്യം നമ്മളും കേൾക്കും. എവിടെ വെച്ചാ? ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ അവൻ നമ്മളെ ചേർക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും കേൾക്കേണ്ട വാക്യം ഇതാണ്. ഏത്? എന്റെ പ്രിയേ, ഈ സർവാംഗ സുന്ദരി,
നിന്നിൽ യാതൊരു ഊനവുമില്ല. അതുകൊണ്ട് ഇത് അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ആയിത്തീരേണ്ട അവസ്ഥയുടെ പേരാണ്. അതുകൊണ്ട് രണ്ടാമത്തെ വരവിൽ എൻ്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല എന്ന് കേൾക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബാറിക്കുമോർ, ഞങ്ങളെ വഴി നടത്തുന്നയുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, നിന്റെ സന്നിധിയിലായിരുന്ന് ദൈവമാതാവിൻ്റെ ജീവിതത്തെ കൂടുതൽ ധ്യാനിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഒരുക്കിയതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, അമ്മ സർവാംഗ സുന്ദരിയാണെന്നും ഊനമില്ലാത്തവളാണെന്നും തിരിച്ചറിയുന്നു. ഈ സ്വരം നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളും കേൾക്കുവാനിടയാക്കണമേ. അത് കേൾക്കുവാൻ തക്കവണ്ണം അമ്മയെപ്പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന ബോധ്യമുള്ളവരും ആത്മീയ പക്വതയിൽ ചോദ്യങ്ങളില്ലാതെ നീ തരുന്ന അനുഗ്രഹങ്ങളെ പ്രാപിച്ച് ജീവിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് ജീവിതചര്യയാക്കി മാറ്റി ജീവിപ്പാനും ഒപ്പം തന്നെ പരസ്പരം സ്നേഹിച്ച് സ്നേഹത്തിൻ്റെ ആഴത്തിൽ സഞ്ചരിപ്പാനും ഞങ്ങളെ ഇടയാക്കണമേ. അതിന് തക്കതായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ കേട്ട വചനം അതിൻ പ്രകാരം വിചിന്തനം ചെയ്തുകൊണ്ട് സഞ്ചരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമ മഹത്വത്തിനായി തീരുമാറാകട്ടെ. ആമേൻ. പ്രത്യേകാൽ ഇന്നേ ദിവസം ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ഭജന ശുശ്രൂഷ നിർവഹിപ്പാനും കഴിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ട കെ ജി മാത്യൂസ് അച്ഛൻ എപ്പോഴും വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും കാണുമ്പോഴൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഇടപെടുകയും ചെയ്യുന്നൊരു വൈദിക ശ്രേഷ്ഠനാണ്. പ്രത്യേകിച്ച് അച്ഛനോടും ഒപ്പം തന്നെ അജിമോനച്ഛൻ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തണ്ണിത്തോടായതിനാൽ അതുകൊണ്ട് തന്നെ അച്ഛനോട് നല്ലൊരു സ്നേഹബന്ധം അന്നു മുതൽ പുലർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛനോടും ഒപ്പം തന്നെ പ്രിയപ്പെട്ട ക്രിസ് അച്ഛനും ഞാനും ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. ക്രിസ് അച്ഛൻ പണ്ട് പള്ളികളിൽ കൺവെൻഷന് പോകുമ്പോൾ അച്ഛൻ്റെ ബൈക്കിൻ്റെ പുറകിൽ അച്ഛൻ്റെ കീബോർഡും പിടിച്ചിരുന്ന് സഞ്ചരിച്ച ആളാണ് ഞാൻ. പ്രത്യേകിച്ച് അച്ഛനോടൊപ്പം ഇവിടെ ഒന്നിച്ചായിരിക്കാൻ കഴിയുന്നതിൽ പ്രിയപ്പെട്ട എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇടവകയുടെ സെക്രട്ടറി, ട്രസ്റ്റി, കമ്മിറ്റി അംഗങ്ങൾ, ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.